മൈക്ക് മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നമ്മളുടെ ടൈം ഏതാണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. മാർക്കറ്റിൽ അപ്പ് കാണിക്കുന്നത് ഇന്ന് കുറേ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം സിസ്റ്റത്തിന് എന്തോ ഒരു എറർ കാണിക്കുന്നുണ്ട്. ടൈമൊക്കെ മാറ്റിയാണ് കാണിക്കുന്നത്. 105 പോയിന്റ് ആണ് ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് കാണിക്കുന്നത്. അതായത് 22,331 ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ 22,250 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പിയിൽ നമുക്ക് കൈവെക്കാം, നോക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവരൊക്കെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കൊടുത്തേക്കാം. ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ലൈവ് ഉണ്ട്. ലൈവിൽ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് ആരും വരേണ്ടതില്ല. ഒരു വ്യൂ ആണ്, ഒരു മെൻറ്റർഷിപ്പാണ്. ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ബാക്ക് സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്, ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ. അതിനോടൊപ്പം തന്നെ 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 221 മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. പിയിലാണെങ്കിൽ അവിടെയും 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 240, 275, 310 ഭാഗത്തേക്കായിരിക്കും മൂവ്മെന്റ്. കാരണം 2 മിനിറ്റിൽ മാർക്കറ്റ് സി സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. സി സൈഡിലേക്ക് RSI സി സൈഡിലേക്കാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈ ഒക്കെ വെച്ച് നോക്കിയാൽ തന്നെ മാർക്കറ്റ് 200 കഴിഞ്ഞ ദിവസം പോയ അതേ ലെവല്, അതായത് കഴിഞ്ഞ ദിവസം കീപ്പ് ചെയ്തൊരു ലെവലുണ്ട് 221. അവിടെ നമ്മൾ ഇന്നലെ അവിടെ ഒരു ടാർഗറ്റിൽ ഓൾറെഡി ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് 225 അപ്പോൾ 201, 202 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CE 210ലേക്ക് 225 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. അതേപോലെ തന്നെ പിയുടെ കേസിൽ 201, 202 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 210, 240, 275, 310 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. $200 ഓൾറെഡി എഴുതി വന്നിട്ടുണ്ട്. RSI സ്റ്റിൽ സി സൈഡിലേക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ 5 മിനിറ്റ് ആണ്, ഞാൻ അതൊന്ന് മാറ്റട്ടെ, അത് 2 മിനിറ്റിലേക്ക് ആക്കട്ടെ. പി ഡൗൺ സൈഡിലേക്കാണ് ഇവിടെ നിൽക്കുന്നത്. $187 താഴെ പോയാൽ മാർക്കറ്റ് 175. പിന്നെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ 2 പൊസിഷൻ എടുത്തിടാനുള്ള ഒരു ചാൻസ് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. രണ്ടിലും ഒരേ സ്ട്രൈക്ക് പ്രൈസ്, ഒരേ ഡെൽറ്റ വാല്യൂ ആണ് നിൽക്കുന്നത്. അപ്പോൾ 187 എടുത്തെന്ന് വിചാരിച്ചാലും 189, ഒരു 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഒരു 10 പോയിന്റ് എന്തായാലും കിട്ടും. ഒരു 4 പോയിന്റ് എന്തായാലും ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സി സൈഡിൽ. പിന്നെ ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും മാർക്കറ്റ് സിയിൽ 200, 225 വരെയൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 175 ആണ്. അപ്പോൾ ഇപ്പോൾ 181 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 6 പോയിന്റ് ഇവിടെയും സ്റ്റോപ്പ് ലോസ് ഇട്ട്, ഇവിടെയും ഒരു 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി എടുത്താൽ ചിലപ്പോൾ 10 പോയിന്റിലേക്ക് ട്രിഗർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു 5 പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് രാവിലെ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ഏത് സൈഡിട്ട് ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഡോജി ക്യാൻഡിലാണ് സിയിൽ വന്നേക്കുന്നത്. അത് ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. അതിന്റെ ലോ എന്ന് പറയുന്നത് 184. 184 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് മൂവ് ഡൗൺ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 100 ആണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. 198 ഒരു റെസിസ്റ്റന്റ് ഏരിയ ആണ്. എന്തുകൊണ്ടാണ് അവിടം വരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 175
ടച്ച് ചെയ്തുകൊണ്ടാണ് ഇത് 198 ഹിറ്റ് ചെയ്യാതെ ഒന്ന് റിജക്ഷൻ ആയത്. അപ്പോൾ ഒരു തവണ കൂടെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 200 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു സെനാരിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ വരച്ച ടാർഗറ്റിലേക്ക് ചിലപ്പോൾ മാർക്കറ്റ് എത്താതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ആദ്യത്തെ റെസ്പെക്ടേഷൻ പറയുന്നത്. ആദ്യം മാർക്കറ്റ് ലോവിലേക്ക് വന്നു, 175 റെസ്പെക്ട് ചെയ്തു. അത് രണ്ടാമത്തെ തവണ ഒന്നും കൂടെ തള്ളു വരുമ്പോഴത്തേക്കുമാണ് അത് 166 ഫാൾ ആവുന്നത്. പിന്നെ എടുത്തു വെക്കുക, സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന കേസേ ഉള്ളൂ. ഒരു തവണ കൂടെ ആ 175 വന്നു, മാർക്കറ്റ് അവിടെ ഒന്ന് തട്ടി നിൽക്കുകയാണ്. അതൊന്ന് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്കായിരിക്കും മാർക്കറ്റ് 200 ബ്രേക്ക് ചെയ്ത് 209 മാർക്കറ്റ് മൂവ് ചെയ്യണം. കാരണം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ എന്ന് പറയുന്നത് 201.85 ആണ്. പിന്നെ 200 ബ്രേക്ക് ചെയ്താൽ ഒരു കണ്ടിന്യൂവേഷൻ 225 മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇനി നെക്സ്റ്റ് ക്യാൻഡില് 200 ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സഡൻ ഫാള് 180 വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡില് 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പ് ആവുള്ളൂ. ഓക്കെ, 205 ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ സഡൻ ഡംപ് 180 വരും. നമ്മളത് പ്രതീക്ഷിച്ച് വേണം ഇപ്പോഴും നിൽക്കാനായിട്ട്. 205, 207, ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. 166 വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് കൂടുതലൊരു പോം വഴി. ഇപ്പം ഏകദേശം ഈ ബ്ലൂ ലൈൻ്റെ ടോപ്പിലെത്തി ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് 210. നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ 225 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 225 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരു 220 ലോക്ക് ചെയ്തിട്ടിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നൂറ്റി 92, 211, 214 പോട്ടെ, 217, 219, 215, ബ്ലൂ ലൈൻ മാറ്റിയിടാം. ഞാൻ ബ്ലൂ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് റിജക്ഷൻ ആവും. 215, 225. പ്രൈസ് ലൈൻ നോക്കുമ്പോൾ കാണാം, ഈ ടിപ്പാണ് നമ്മൾ പറഞ്ഞത്. ആ ടിപ്പിൽ വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 222 വരെ എത്തിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്ത് ആ ഹൈ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് പോയിട്ട് പിന്നെയാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. ഇപ്പം അതായത് 1, 2 മൂന്നാമത്തെ ടിപ്പാണ് ഈ വന്നിരിക്കുന്നത്. ആ ടിപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 225 പറഞ്ഞത്. ആ ടിപ്പും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ള സ്ഥലം ഏതാ? 217 കൺസോൾട്ടേഷൻ സോൺ ആണ്. പിന്നെ പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 233 ആണ് പിന്നെ പോകാനുള്ള ഏരിയ. അത് 15 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ ഏകദേശം കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടും. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി 225 ആണ്. പിന്നെ ഉള്ളത് 230, 225. ഈ ക്യാൻഡലിൻ്റെ ഹൈ 225, അതായിരുന്നു നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത സ്ഥലം ഓരോരുത്തരൊക്കെ ടുഡേയ്സ് ട്രേഡ് രാവിലെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പഠിച്ച ആൾക്കാരും അത് തന്നെ ഉദ്ദേശിക്കണം. അതാണ് നമ്മുടെ മനസ്സ് എന്താണോ അതാണ് മറ്റുള്ളവരും ചിന്തിക്കേണ്ടത്. അതാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഈ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എൻട്രി എടുത്ത സ്ഥലം ഇവിടെയാണ്. ഡോജി ക്യാനിൽ എത്ര 186 തൊട്ട്
എത്രയാണ് 225 വരെ, 226 വരെ പോയിട്ടുണ്ട്. 225 നമ്മളുടെ ട്രിഗർ പ്രൈസ്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ 230 മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഇപ്പൊ രാവിലത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ട്രെയിൽ ചെയ്ത് ഇനി ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ സാധനം നല്ല രീതിയിൽ പറക്കും. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു ഇനിയിപ്പോൾ കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് പോയി. ഇനി ഇവിടെ ഒരു 3-4 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ മാർക്കറ്റിലൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാണ്ടൊക്കെ രാവിലത്തെ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇപ്പം എൻ്റെ ടൈം വ്യത്യാസമുണ്ട്, അതൊന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. 230 ആണ് ഫൈനൽ ടാർഗറ്റ്. എഗെയിൻ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ, അതായത് 227.9 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഡൺ ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് എൻട്രി എടുത്തത്. ഈ ഡോജി ക്യാൻഡിൽ വന്നപ്പോൾ എൻട്രി എടുത്തത് 188 എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് ഇട്ടത് 184, 4 പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത്. അപ്പോൾ 188 മുതൽ 225 വരെ നമ്മുടെ പരിപാടി ഏതാണ്ടൊക്കെ കഴിഞ്ഞു. 188 മൈനസ് 225, 37 പോയിന്റ് ഓൾറെഡി രാവിലെ. ഇനിയിപ്പോൾ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 30ലേക്ക് പോകും. 37 പോയിന്റ് ആണ് സിംഗിൾ ട്രേഡിൽ എടുക്കാനായിട്ട് സാധിച്ചു, 4 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ. ഇത് ക്രോസ് ആവുന്നവരെ മാർക്കറ്റ് സിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കണം. അടുത്ത ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിയിൽ എന്തായിരിക്കും അവസ്ഥ? പിയിൽ ഒരു പിൻബാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം നോക്കാമല്ലോ. 1 മിനിറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ഔട്ട് ചെയ്യാം. RSI 1 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്, കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഒരു 163 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 174, 182, 198 ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് 1 മിനിറ്റിൽ. അപ്പോൾ ഇതിന്റെ ലോ എന്ന് പറഞ്ഞാൽ 151. ഒന്നും കൂടെ ഒന്ന് ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീനിലേക്ക് വരുമ്പോഴേ ഒരു സസ്റ്റെയിൻ മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം? ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഇവിടെ 230 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ്. കൺസോൾട്ടേഷൻ ആണ് 1 മിനിറ്റില്. ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഒന്നും കൂടെ താഴത്തേക്ക് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് 230ലേക്ക് ഒരു ഹിറ്റ് അടിക്കും. അതായത് 227 ബ്രേക്ക് ചെയ്താൽ 230 എന്ന് പറയുമ്പോൾ ഒരു 229 വരെ. ക്രോസ് ഓവറിന്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. പിന്നെ എന്തായാലും മാർക്കറ്റ് ഒരു റിജക്ഷന് വേണ്ടിയിട്ട് 173ലേക്ക് വരണം. 173ലേക്ക് എന്തായാലും കുറച്ച് താഴത്ത് പോയാലും മാർക്കറ്റ് വരണം. നൂറ്റി 167, 167, 168, ഒറ്റ ടിപ്പ് 173. നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കാം. ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇതിവിടെ ഈ ഒരു ടിപ്പിൽ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. കാരണം മഞ്ഞ ലൈനൊക്കെ താഴത്താണ്, ഈ വൈറ്റ് ലൈൻ ടച്ച് ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ഇനി ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിയിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ടാർഗറ്റ് 173 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 185, 194 വരെ, 190 വരെയൊക്കെ മാർക്കറ്റ് പോവാം. സ്ട്രഗിളിംഗ് ആണ്. ചിലപ്പോൾ മുകളിലോട്ട് പോണതിന് മുമ്പ് ഒരു സഡൻ ഫാളൊക്കെ വരാം കേട്ടോ. കാരണം ഒന്ന് താഴത്തോട്ട് വന്നിട്ട് പിന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് 173 ടച്ച് ചെയ്യും.
കാരണം ഇത് ഗ്രീനിലേക്ക് കയറുമ്പോൾ ഇത് താഴത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരാം. കാരണം ഇവിടെ 230 എന്നുള്ള ലെവൽ ഓൾറെഡി എക്സ്പാൻഷൻ ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ താഴത്തോട്ട് വരാൻ പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. $172.66. ശരിക്കും ന്യായമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നിട്ട് ഇത് 130 230 എത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നു അതിന്റെ സിനാരിയോ. എന്തായാലും കുഴപ്പമില്ല. 172 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 180. വൺ സെവൻറ്റി ടു 173 174 175. എന്തായാലും 180 ടച്ച് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. കാരണം നമ്മൾ ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് വരെ മാർക്കറ്റ് എന്തായാലും വരണം എന്ന് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ക്യാൻഡലിന്റെ ലോ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 182 ടച്ച് ചെയ്ത് അപ്പം തന്നെ മാർക്കറ്റ് തിരിച്ചു വീണ്ടും താഴത്തോട്ട് പോരാം, സ്വാഭാവികം. ഓക്കെ, 186 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നാദാപുരം ലൈവ് റൂം വേണ്ട. $202 $210 ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് വരണം. അതുകൊണ്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ 210 ഈ ഭാഗത്ത് ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ലോക്ക് ചെയ്തിട്ട് അതങ്ങ് ഹോൾഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യണ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. അതാണ് ഇവിടെ നിന്ന് നമ്മൾ 1 മിനിറ്റിൽ റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. 185 അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. കാരണം മഞ്ഞ ലൈൻ ഓൾറെഡി ടച്ച് ചെയ്യണം. ഇവിടെ വയലറ്റ് ലൈനിന്റെ ടോപ്പിൽ വരെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതും മീതി മേലെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്യാനുള്ളത് 216ലേക്കാണ്. അപ്പോൾ സാമാന്യമായിട്ടും 216 വേണമെങ്കിൽ ഒതുക്കാം. 217.65 217.65 ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകും. അയ്യോ, ഇവിടെ ബ്ലൂ ലൈൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ബ്ലൂ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പാടാ, അത് താഴത്തോട്ട് വരട്ടെ. ഇവിടെയൊക്കെ ലോക്ക് ചെയ്ത് വെക്കാം. 200 ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചാലും വലിയ വിഷയമൊന്നുമില്ല. അത്രയും കിട്ടിയത് വെച്ചിട്ട് നമുക്ക് തൃപ്തിയാവാം. ഹോൾഡ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 217 ഒരു ടിപ്പിംഗ് പോയിന്റ് ആണ്. പോട്ടെ, 217ലേക്ക് പോട്ടെ. ഓക്കെ, 217 അവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തു, അത് 217ലേക്ക് പോയി.
അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എവിടെയെങ്കിലും എടുത്തിട്ടൊക്കെ ലോക്ക് ചെയ്യണം. ഒരു 200 ഇവിടെ വയലറ്റ് ലോവിലേക്കാണ് വന്നത്. ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തേട്ട് വരും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി, എൻ്റെ ടാർഗറ്റ് 217 ആയിരുന്നു. നമ്മളത് എൻട്രി പ്ലാൻ ചെയ്തത് 160 to 217 ആണ്. അതവിടെ ഓൾമോസ്റ്റ് ഡൺ ആണ്. അതുകൂടാതെ ഇപ്പുറത്ത് കിട്ടിയത് ഏതായിരുന്നു, അപ്പോൾ രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ഡൗണിലേക്കാണ്, അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കണേ. നെക്സ്റ്റ് 15 മിനിറ്റ്സ് വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കണേ. നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ 22,191 മാർക്കറ്റ് ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ഉള്ള അനലൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അനലൈസിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. പേടിയില്ലാതെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രോഫിറ്റബിൾ ആവാം. കൂടെ ചാർട്ട് റീഡിംഗ് കൂടെ പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. സമയം എത്ര മണിയായി? 9:36 10 മണിക്ക് മുമ്പ് മാക്സിമം നമുക്ക് ചാർട്ട് പ്രോഫിറ്റ് തരാറുണ്ട്. അത് ചാർട്ടും തമ്മിലുള്ള ആ ബന്ധം കാരണമാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും 10 മണിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം അടുത്ത 15 മിനിറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം അടുത്ത ക്യാൻഡിൽ ലോവിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് യെല്ലോ ലൈൻ വരുന്നവരെ ഏത് രീതിയിൽ മൂവ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു 217 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. 217 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അടുത്ത് എങ്ങോട്ട് പോകും? ഇവിടെ ഒരു ഒടിവ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ക്രോസ് ഓവർ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് എൻട്രി പാസ്സാക്കിയത്. 160, 156 4 പോയിന്റാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടത്. അത് നമ്മൾ വരച്ച കറക്റ്റ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും. ഇവിടെ 2 മിനിറ്റ് ക്രോസ് ഓവർ ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഒരു ഡൗൺ വന്നാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് താഴത്തേക്ക് വരുന്നത്. അപ്പം അതങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോട്ടെ. നമുക്കൊരു സാമാന്യം ഭേദമില്ലാത്ത രീതിയിൽ ലോക്ക് ചെയ്തിടുക. ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടിട്ട് അതിനങ്ങ് അഴിച്ചു വിട്ടേക്കുക എന്നുള്ളതാണ്. അത് നേരെ 2 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താ, ക്രോസ് ഓവർ ഇവിടെ നിന്നുള്ള എൻട്രി ഈ ടിപ്പിൽ വന്ന് ഇടിച്ചു നിൽക്കുകയാണ്. അത് ഇനി അടുത്ത സസ്റ്റെയിൻ ചെയ്ത് എങ്ങോട്ട് പോവാം? 240 വരെ പോവാം. 240 ബ്രേക്ക് ചെയ്താൽ 275 വരെ പോവാം. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലും കൂടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. RSI സ്റ്റിൽ പി സൈഡിലേക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ടിപ്പ് കാരണമാണ് ഈ കയറി പോകാത്തത്. പ്രീവിയസ് ആയിട്ട് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും 240 പോണത്. അതും കഴിഞ്ഞാൽ 275 മാർക്കറ്റ് പോണേ. അപ്പോൾ ഓക്കെ, 225. അപ്പോൾ നമുക്കിപ്പോൾ 210 ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ 210 അത് അടിച്ചു പൊക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ 240, 270 വരെ അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. RSI സ്റ്റിൽ പീക്ക് അനുകൂലമാണ്. ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, ക്രോസ് ഓവർ ആണ്. പിന്നെ നിലവിൽ പറയാനുള്ളത് ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ 206 ലോവും 206. അപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ തിരിച്ചു വന്ന് 196 ഹിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മേ ബി പൊക്കത്തേക്ക് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പോക്കെ 240, 275 ഇട്ടൊക്കെ പോകും. അപ്പോൾ ഒരു റിവേഴ്സൽ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ പ്രതീക്ഷിക്കണം. പിന്നെ പറ്റാവുന്നത് 240 പോയി സ്ട്രഗിൾ ചെയ്ത് നിൽക്കാം. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാം. എന്തായാലും ഇത് ക്രോസ് ഓവർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 2 മിനിറ്റിൻ്റെ സോറി. ഇപ്പോൾ മാർക്കറ്റ് 210 ലെവലിലായി. മാർക്കറ്റ് നമ്മൾ 230 നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 230 എക്സിറ്റ് ആണ്. ഇനി 230 ബ്രേക്ക് ചെയ്താൽ 240 മാർക്കറ്റ് മൂവ് ചെയ്യും.
അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ റെഡ് ലൈൻ ഏതാണ്ടൊക്കെ ടച്ച് ചെയ്യാറൊക്കെ ആയിട്ടുണ്ട്. ആ റെഡ് ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ 222009 22193 ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൈം ഫ്രെയിമിൽ വ്യത്യാസമുണ്ട്. 9:44 ആയിട്ടുള്ളൂ. കാരണം സിസ്റ്റത്തിൽ എന്തോ ഒരു സർവീസ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നുണ്ട്. കുറേ എററുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വരേണ്ട സ്ഥലത്തേക്ക് മാർക്കറ്റ് വരണം, വരാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. അതാണിന്ന് നമ്മൾ മെജോറിറ്റി ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ 15 മിനിറ്റ്സിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതിൽ ചെറിയൊരു അപ്പ് ഉണ്ടാവും, എന്തായാലും സ്വാഭാവികം. 22,248 ഒരു അപ്പ് ഉണ്ടാവും. പിന്നെ ആ ക്യാൻഡിൽ നേരെ തിരിച്ച് ലോവിലേക്ക് മുമ്പ് വന്ന അതേ മെത്തേഡ്, കാരണം ഈ സെയിം റെഡ് ക്യാൻഡിലിൻ്റെ അതേ ഹൈറ്റിലാണ് ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ അതേ രീതിയിൽ ഒരു ഫോർമേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് താഴത്തേക്ക് വന്നിട്ട് 22,200 ഫാൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു PE നമ്മളൊരു നിശ്ചിത ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. 10 പോയിന്റ് ആഗ്രഹിക്ക് വന്ന ആളുകൾക്ക് ഒരു 50-60 പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. മേ ബി ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ആവാം. അപ്പോൾ ഏതാണ്ടൊക്കെ 10 മണിയാവാം, 10:15 കൂടി ഫണ്ട് ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം 22,232 ടച്ച് ചെയ്ത് ബ്രേക്ക് ആയ മാർക്കറ്റിന് താഴത്തോട്ട് പോരേണ്ടി വരും. എന്തായാലും ഈ യെല്ലോ ലൈൻ താഴെ നിൽക്കുന്നിടത്തോളം കാലം ഇത്ര അടുത്ത് വന്നേക്കുന്ന സ്ഥിതിക്ക് ഒരു ആശ്വാസമുണ്ട്. മാർക്കറ്റ് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ലോവിലേക്ക് പോരും. അതർവൈസ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് മാത്രമല്ല. അത് 22,252 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഇപ്പം 240 നമ്മളുടെ ടാർഗറ്റ് 240. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 241 ആണ്. അപ്പോൾ നമ്മൾ 240 ദെൻ 275 ആണ് പറഞ്ഞത്. അപ്പോൾ 240 ആ ട്രേഡ് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു മടക്ക് പോലെ വരുന്നുണ്ട്. ആ 240 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി 275 പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം. ഏത് നിമിഷവും വീഡിയോ കട്ടാവും. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ഒരു ലോ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 240 സേഫായിട്ട് എക്സിറ്റ് ചെയ്തു. ഇനി 240 ബ്രേക്ക് ചെയ്യണം. അതായത് ഈ വന്നിരിക്കുന്ന ലോ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യണം. അതായത് 15 മിനിറ്റ്സിൻ്റെ ഒരു OCH എന്ന് പറഞ്ഞ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 240 എക്സിറ്റ് ആയിട്ട് ഈ ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് വന്നതിനും നല്ലതാണ് 240 ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. അല്ലെങ്കിൽ 205 ഇത് ഫാൾ ആയാൽ 205, 203, 204 സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഈ ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് പോകുന്നതിൽ നല്ലതാണ് ഒരു ടിപ്പിൽ ഇറങ്ങുക. എന്നിട്ട് ഈ പറഞ്ഞ 204 203 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുവാണെങ്കിൽ അവിടെ ഒരു എൻട്രി കൊടുക്കാം. അപ്പോൾ ആ ഒരു 40 പോയിന്റിന്റെ വ്യത്യാസം അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ പോട്ടെ, നമ്മളുടെ മാക്സിമം ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. 240 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. നമ്മൾ കയറിയ സ്ഥലം കാരണം 2 മിനിറ്റ് ഇപ്പോഴും അപ്പർ സൈഡ് പി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനിയൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 275 പോകുന്നത്. അതുകൊണ്ടൊക്കെ 10 മണിയായി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കിട്ടിയത് കിട്ടിയായാലും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നും കൂടെ പറയാം. കൂടുതൽ പറയാനോ മനസ്സിലാക്കാനോ ഇവിടെ മടക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ നേരിട്ട് വിളിക്കുക. എനിവേ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം 37 പോയിന്റ് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് 162 അപ്പോൾ 165 കൂട്ടിയാലും
240 ഫൈനൽ ടാർഗറ്റ് 3 ട്രേഡിലായിട്ടാണെങ്കിൽ 75 പോയിന്റ് പ്ലസ് 37 പോയിന്റ്. അപ്പോൾ 75 30 105 110 പോയിന്റ് അടുത്ത് കിട്ടിയിട്ടുണ്ട്. അത് 240 ബ്രേക്ക് ചെയ്താൽ 275ലേക്ക് പോകും. അത് പോണെങ്കിൽ പോട്ടെ, നെവർ മൈൻഡ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല എക്സ്പയറി ഡേ ആണെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. പോലെ